ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ വീടിൻ്റെയൊക്കെ വയറിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെ വയറുകൾ യൂസ് ചെയ്യാം, അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് വി ഗാർഡിൻ്റെ വയറുകളാണ് ഉപയോഗിച്ചുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. 1 സ്ക്വയറിൻ്റെ വയർ ആണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അതിൻ്റെ MRP ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങളെ. 2200 അതിൻ്റെ MRP കൊടുത്തിരിക്കുന്നത്. 90 മീറ്ററാണ്. അതായത് ഈ കോയിൽ വരുന്നത് 90 മീറ്റർ, അതുപോലെ തന്നെ 45 മീറ്റർ, അങ്ങനെ ഓരോ കോയിൽ വരുന്നുണ്ട്. ഇതിപ്പോൾ ഈ കോയിൽ കാണിക്കുന്നത് 90 മീറ്റർ ആയിട്ടാണ് കാണിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ വി ഗാർഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ലെയർ പ്രൊട്ടക്ഷൻ എന്നാണ് പറയുന്നത്. 3 ലെയർഡ് ആയിരിക്കും. അതായത് അതിൻ്റെ PVC അതിൻ്റെ പുറത്ത് വരുന്ന മെറ്റീരിയൽ, കോപ്പർ കഴിഞ്ഞ് അതിൻ്റെ പുറത്ത് വരുന്ന മെറ്റീരിയൽ 3 ലെയർ ഉണ്ടാവും. അത്യാവശ്യം നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബേണിങ്, അതുപോലെ തീപിടുത്തം കാര്യങ്ങളൊക്കെ നമുക്ക് മാക്സിമം കുറയ്ക്കാൻ സാധിക്കും. വയർ ചൂടായിട്ടുണ്ടാകുന്ന തീപിടുത്തം മാക്സിമം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. 3 ലെയർ പ്രൊട്ടക്ഷനാണ് വരുന്നത്. ഇതുപോലെ തന്നെ പല വയറുകൾ വരുന്നുണ്ട്. ഫിനോലെക്സ്, RR, ഇതൊക്കെ തന്നെ അത്യാവശ്യം 3 ലെയർ കാര്യങ്ങളൊക്കെ തന്നെയാണ്. റേറ്റ് ഓരോന്നിനനുസരിച്ച് വ്യത്യാസം വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ 1.5 ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കി നോക്കാം. 1 സ്ക്വയർ നമ്മൾ കണ്ടു, അതിൻ്റെ MRP നമ്മൾ കണ്ടു. അതുപോലെ തന്നെ 1.5, ഈ 1.5 നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് സർക്യൂട്ടുകൾക്ക് വേണ്ടിയിട്ടാണ്. ചെറിയ ചെറിയ സർക്യൂട്ടുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് 1.5 സർക്യൂട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ നേരത്തെ കണ്ട നമ്മൾ 1 സ്ക്വയർ ഉപയോഗിക്കുന്നത് ലൈറ്റിൻ്റെയൊക്കെ ലീഡുകൾ, ഫാനിൻ്റെയൊക്കെ ലീഡുകൾ വലിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ചെറിയ സർക്യൂട്ട്, അത്യാവശ്യം വരുന്ന സർക്യൂട്ട് കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ 1.5 വയറുകൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ MRP ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. 2800 സംതിങ് ആണ് ഇതിൻ്റെ MRP വരുന്നത്. അതായത് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതും നമ്മൾ പറഞ്ഞ പോലെ തന്നെ 90 മീറ്റർ തന്നെയാണ് വരുന്നത്. ഇത് പെർ മീറ്ററിന് റേറ്റ് അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. 31 പോയിൻറ്റ് സംതിങ് അവർ പെർ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു മീറ്റർ എന്ന് ഉദ്ദേശിച്ചിട്ട്. അതുപോലെ തന്നെയാണ് ഇനി അടുത്ത സെക്ഷൻ വരുന്നതാണ് 2.5 മെയിൻ സർക്യൂട്ടുകൾ, പവർ സർക്യൂട്ടുകൾ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ 2.5ൻ്റെ വയറാണ് യൂസ് ചെയ്യുന്നത്. 2.5ൻ്റെ മെയിൻ വയറുകൾ നമ്മൾ യൂസ് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ MRP നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഇതും 90 മീറ്റർ തന്നെയാണ് വരുന്നത്. അതിൻ്റെ MRP ഏകദേശം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾ. അതിൻ്റെ സ്ക്വയറും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തതിന് ശേഷം 4575 അതിൻ്റെ MRP കൊടുത്തിരിക്കുന്നത്. പെർ മീറ്ററിന് 50 പോയിൻറ്റ് സംതിങ് ആണ് ഒരു മീറ്ററിന് വരുന്ന റേറ്റ് വരുന്നത്. എന്തായാലും ഇത്രയും റേറ്റ് എന്തായാലും MRP കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനേക്കാൾ കുറച്ച് എന്തായാലും മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇനി ഓരോന്നിനെ കുറിച്ച് ഒന്നുകൂടി നമുക്ക് നോക്കാം. 1 സ്ക്വയർ വയർ നമ്മൾ 2.5ൻ്റെ വയറിനെ കുറിച്ച് നേരത്തെ പറഞ്ഞ പോലെ MRP പറഞ്ഞു നമ്മൾ. അതായത് 4575 റേറ്റ് വരുന്നത്. പിന്നെ വരുന്നത് വെച്ചാൽ അടുത്ത സർക്യൂട്ട് വലിക്കുന്നത് 1.5 2800 സംതിങ് ആണ് വരുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 സ്ക്വയർ വയറാണ് വരുന്നത്. 1 സ്ക്വയർ വരുന്നത് 2200 സംതിങ് ആണ്. ഇത്രയുമാണ് മെയിനായിട്ട് നമ്മളൊരു അത്യാവശ്യം ഒരു ചെറിയ വീട്ടിലേക്കാണെങ്കിലും അത്യാവശ്യം വലിയ വീട്ടിലേക്കാണെങ്കിലും നമ്മൾ ഇത്രയും വയറാണ് മെയിനായിട്ട് വലിക്കുന്നത്. 1 സ്ക്വയർ, 1.5, 2.5 പവർ സർക്യൂട്ടുകളും AC കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1.5 ചെറിയ സർക്യൂട്ടുകളൊക്കെ കൊടുക്കുന്നുണ്ട്. 1 സ്ക്വയർ നമ്മൾ ലീഡ് കാര്യങ്ങൾ, ലൈറ്റിൻ്റെ ഫാനിൻ്റെയൊക്കെ ലീഡുകൾക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ട വയറുകളെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ജസ്റ്റ് ഒരു കമ്പനി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പല ടൈപ്പ് കമ്പനികളുണ്ട്. വി ഗാർഡ്, ഫിനോലെക്സ്, അതുപോലെ തന്നെ പോളിക്യാബ്, അങ്ങനെ ഒരുപാട് കമ്പനികൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.